ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഒരു ദിവസത്തെ എക്സ്പ്ലെയിൻ ചെയ്യുക എങ്ങനെയാണ് എന്നുള്ളത്. നല്ലത്. സ്കിൻ മിനിമലിസം എന്ന് പറയും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, ആവശ്യമുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്താൽ മതി. എപ്പോഴും ഞാൻ ക്ലെൻസ് ചെയ്യുക ഒരു മൈൽഡ് ക്ലെൻസർ യൂസ് ചെയ്തിട്ടായിരിക്കും ഫസ്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ മോർണിംഗ് റുട്ടീൻസും രാവിലെ എണീറ്റ് കുറച്ച് ചൂടുവെള്ളം കുടിക്കുക, അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അത് ആദ്യം ചെയ്യുക. പിന്നെ ഫേസ് ക്ലെൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ജെൻറ്റിൽ ക്ലെൻസേഴ്സ്, സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഫസ്റ്റ് നമ്മൾ പുറത്ത് പോയാലും ഇല്ലെങ്കിലും മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഞാൻ ക്ലിനിക്കിലാണെങ്കിലും ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യും. കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക ടിൻറ്റഡ് സൺസ്ക്രീൻസ് ആണ്. കാരണം എനിക്ക് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ കൂടുതലാണ്, ഫുൾ ടൈം സിസ്റ്റം യൂസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ റെഗുലർ ബേസിസിൽ പുറത്ത് പോയാലില്ലെങ്കിൽ ഞാൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻസ് യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ എൻ്റെ കുറച്ചൊരു കോമ്പിനേഷൻ ടൈപ്പാണ്. അതിനുള്ള സിറംസ്, കുറച്ചൊരു ഓയിലി കുറയ്ക്കാനുള്ള സിറം ആഡ് ചെയ്യും, മോയ്സ്ചറൈസർ സൺസ്ക്രീൻ. അതുപോലെ ഈവനിങ് ക്ലെൻസ് ചെയ്തിട്ട് എൻ്റെ ഒരു നൈറ്റ് ക്രീംസ് ഉണ്ട്, എക്സോസോംസ് ഒക്കെ ബേസ് ആയിട്ടുള്ള നൈറ്റ് ക്രീംസ് യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ ഒരു വീക്ക്ലി ട്വൈസ് അല്ലെ ത്രൈസ് റെറ്റിനോൾ സിറം. ഇത്ര സാധനങ്ങളെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രോഡക്ട്സ് ചേഞ്ച് ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടം പോലെ പ്രോഡക്ട്സ് കിട്ടും. പക്ഷെ ഞാൻ എൻ്റെ ഫേസിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക, പലരും കുറേ പ്രൊഡക്ട്സ് ഇങ്ങനെ വാങ്ങി ട്രയൽ ചെയ്യും പറ്റുന്നുണ്ടോ എന്നുള്ള. അപ്പം അത് സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ കൂടെ അധികം ചെയ്യാത്തതാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് സ്യൂട്ടായി ബോറടിക്കുമ്പോൾ മാറ്റുന്ന പോലെ അത് നമ്മൾ സ്കിൻ പ്രോഡക്ട്സ് നമുക്ക് സ്യൂട്ടായ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഒരു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും, നമ്മൾ കൂടുതൽ തണുപ്പുള്ള സ്ഥലത്ത് പോയി അപ്പോൾ ചിലപ്പോൾ മോയ്സ്ചറൈസർ ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് ആ സമയത്ത് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ സ്കിൻ ടൈപ്പ് ചിലപ്പോൾ ഏജ് അനുസരിച്ച് മാറാം, അപ്പോൾ ചേഞ്ച് ചെയ്യും. അല്ലാതെ വെറുതെ നമ്മൾ പ്രോഡക്ട്സ് ഇല്ലേ ഇടക്കിടക്ക് ചേഞ്ച് ചെയ്യാതെ ഇരിക്കുകയായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ ആമ്പിള്ളേർക്കൊക്കെ ഇപ്പോൾ ചെസ്റ്റ് ഫാറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അവരുടെ ഒരു മസ്കുലിനിറ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന, അവർക്ക് ഭയങ്കര അപകർഷതാപൂർവ്വം തോന്നിക്കാൻ ചാൻസ് ഉള്ള സംഭവമാണല്ലോ. അപ്പോൾ ചെസ്റ്റ് ഫാറ്റ് ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും? ഈ ചെസ്റ്റ് ഫാറ്റ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അത് ശരിക്കും ഫാറ്റ് മാത്രമാണോ നോക്കും. ചിലർക്ക് ബ്രസ്റ്റിൻ്റെ ടിഷ്യൂ ഉണ്ടാവും, ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. ബ്രസ്റ്റ് ടിഷ്യൂ ഉണ്ടാവും. നോർമലി നമ്മൾ കാണുന്ന സ്യൂഡോ ഗൈനക്കോമാസ്റ്റിയ, അതായത് ബ്രസ്റ്റിൻ്റെ ടിഷ്യൂ ഇല്ല, ഫാറ്റ് മാത്രമായിരിക്കും. അത് നമുക്ക് ഈ ക്രയോലെപ്പോളിസിസ് ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് 360 ഡിഗ്രി കോണ്ടോറിങ്ങിൻ്റെ ക്രയോലെപ്പോളിസിസ് അത് വെച്ചിട്ട് നമുക്ക് 1-2 സെഷൻ, ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ അവർക്ക് നല്ല ഡിഫറൻസ് വരും. അപ്പോൾ സർജറി ഇല്ല, പാടൊന്നും ഇല്ലാണ്ട് തന്നെ ഒരു 1 hour ട്രീറ്റ്മെൻ്റ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് അത് കുറയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫാറ്റ് സെൽസ് ഇല്ലേ നമ്മൾ സർജറിയിൽ റിമൂവ് ചെയ്യുന്ന പോലെ തന്നെ ട്രീറ്റ്മെൻറ്റിലും റിമൂവ് ആവുകയാണ്. അപ്പോൾ പിന്നെ അവർക്ക് അവിടെ ഫാറ്റ് വരുന്നില്ല. ഡോക്ടർ, നമ്മൾ ഈ ഫേസ് ക്ലിനിക്ക് കേട്ടിട്ടുണ്ട്, സ്കിൻ ക്ലിനിക്ക്, ഹെയർ ക്ലിനിക്ക് എന്നൊക്കെ ഉള്ള ടേംസ് നമുക്ക് ഭയങ്കരമായിട്ട് പരിചിതമാണ്. ഈ ബോഡി സ്റ്റുഡിയോ എന്നുള്ളത് നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത, ആളുകൾ കേൾക്കാത്തൊരു സംഗതിയായിരിക്കും. എന്താ ഈ ബോഡി സ്റ്റുഡിയോൻ്റെ കോൺസെപ്റ്റ് എന്താ? ഈ ബോഡിക്ക് നമുക്ക് ഫേസിന് കൊടുക്കുന്ന ഒരു അതേ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോഡി സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തത്. അതായത് ഒന്ന് അവർക്ക് പ്രൈവസി കൂടുതൽ വേണം, ബോഡി ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതേപോലെ ഏറ്റവും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ബോഡിക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കമ്പൈൻ ചെയ്യുക. കാരണം നമ്മൾ ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഫാറ്റ് കുറയ്ക്കാനുണ്ടാവും, അവർക്ക് തന്നെ മസിൽ ലൂസായിരിക്കും, സ്കിന്ന് അതേപോലെ സാഗി ഉണ്ടാവും. അപ്പോൾ പല പല മെഷീൻസ് വെച്ചിട്ട് നമ്മൾ നോൺ സർജിക്കലി, ഇപ്പോൾ സർജറി ചെയ്യുമ്പോൾ നമുക്കറിയാം ഇമ്മീഡിയറ്റ്ലി ആൾക്കാർക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ അത് ലോങ് ടേം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പതുക്കെ ആണെങ്കിലും ഏകദേശം ഒരു സർജറി പോലത്തെ റിസൾട്ട് കൊടുക്കുക, അത് ലോങ് ടേം മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അത് മെഷീൻസ് മാത്രമല്ല, അതിൻ്റെ കൂടെ അവർക്ക് വേണ്ട ഡയറ്ററി സപ്പോർട്ട്, അവർക്ക് വേണ്ട ഫിറ്റ്നസ് സപ്പോർട്ട്, മെറ്റബോളിസം കറക്റ്റ് ചെയ്യുക, അതേപോലെ ബോഡി കോമ്പോസിഷൻ നോക്കിയിട്ട് അവർക്ക് എന്തായിരിക്കും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ വളരെ കുറഞ്ഞ ഫാറ്റ് ആണെങ്കിൽ കൂൾ വേവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി വളരെ പ്രൈവസിയിലും അവർക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സ്പേസാണ് ബോഡി സ്റ്റുഡിയോ. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ പലരെയും കണ്ടല്ലേ, അതായത് നമ്മൾ പ്രായമാവും തോറും അവരുടെ ഈ മുഖം ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷെ കഴുത്തിൻ്റെ ഈ പറയുന്ന പോലെ ഇവിടെ ചുളിവുകൾ ഇങ്ങനെ വന്ന് കുറച്ചും കൂടെ താഴെയായിട്ട് വീണ് കിടക്കുന്ന ഒരവസ്ഥ. അപ്പം അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ എടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ശരിക്കും നമുക്കേ ഫേസിനേക്കാളും പ്രായം തോന്നുന്ന സ്ഥലമാണ് കഴുത്ത്. കാരണം ഫേസ് നമുക്ക് കുറച്ച് ഫാറ്റും അതൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര പ്രശ്നം. കഴുത്തിൽ നമുക്ക് ഈ വരകൾ അല്ലെങ്കിൽ തൂക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കഴുത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ഫാറ്റ് കുറവാണ്, ആകെ കുറച്ച് മസിലും സ്കിന്നും ഉള്ളൂ. അപ്പോൾ കഴുത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഫേസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പലരും പറയും എൻ്റെ കഴുത്തിന് കുഴപ്പമൊന്നുമില്ല വേണ്ടാന്ന് പറയും. പക്ഷെ സൈലൻ്റ് ആയിട്ട് ആ ചേഞ്ചസ് വരുന്നുണ്ട്. അത് ചെറിയ രീതിയിലുള്ള സാഗിങ് ലൈൻസ്, അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിരിക്കും.
ഈ സാഗിങ് ഫുള്ളി വന്നു കഴിയുമ്പോൾ ഫേസ് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കഴുത്ത് ട്രീറ്റ് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഫേസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഫില്ലർ ഇട്ട് വല്ല ഇത് വെച്ച് ലിഫ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ മെഷീൻസ് വെച്ചിട്ട് ചെയ്യാം. കഴുത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ തൂങ്ങിപ്പോയ സ്കിന്നില്ലേ, അത് കറക്റ്റ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് ഈ ബയോ റീമോഡൽ ട്രീറ്റ്മെൻറ്റ് അതേപോലെ ലേസേഴ്സ് ചെയ്താൽ പോലും നമുക്ക് ചിലപ്പോൾ നമുക്ക് ആ റിസൾട്ട് അത്ര സാറ്റിസ്ഫാക്ടറി ആണ്. മാത്രമല്ല നമുക്ക് ത്രെഡ്സ് വെച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ത്രെഡ്സ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു ലിഫ്റ്റ് ചെയ്യാം. ഇവിടെ ഒക്കെ തൂങ്ങിപ്പോയില്ലേ, അത് ശരിക്കും ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് കുറയും. പക്ഷെ അത് വരുന്ന സ്റ്റേജിന് മുന്നേ നമ്മൾ അഡ്രസ്സ് ചെയ്താൽ നെക്കിൽ ഏജിങ്, കാരണം നമുക്ക് പിന്നീട് നമുക്ക് ഫേസ് നല്ല പ്രായം കുറഞ്ഞിരിക്കും, കഴുത്ത് മാത്രം തൂങ്ങിപ്പോയാലും അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചില സ്ത്രീകളുടെ കൈകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ അത് വളരെ പ്രായമായ ഭയങ്കര ചുളിവുകളൊക്കെ ഉള്ള ഡ്രൈ ആയിട്ടിരിക്കുന്നത് കാണാം. അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? ശരിക്കും നമുക്ക് ഈ കൈയിൻ്റെ സ്കിന്നില്ലേ ഫേസ് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ ആരും അത് ശ്രദ്ധിക്കില്ലല്ലോ. നമ്മൾ ഫേസിൽ സൺസ്ക്രീൻ ഇതൊക്കെ തട്ടും, കയ്യിലൊന്നും തേക്കില്ല, അല്ല കയ്യിൽ ടൂ വീലർ പോകുമ്പോൾ നല്ലോണം വെയിൽ കൊള്ളിക്കും, പിന്നെ വീട്ടു ജോലികൾ ചെയ്യും. അപ്പോൾ ഒക്കെ കൈയിൻ്റെ സ്കിന്ന് ഇതേപോലെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈ മാത്രം പ്രായക്കൂടുതൽ തോന്നും. അപ്പം അതിന് ബേസിക്കായി നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. ഇത് വരാണ്ടിരിക്കാൻ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ കയ്യിൽ യൂസ് ചെയ്യുക, ഗ്ലൗസ് യൂസ് ചെയ്യുക. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡാമേജ് വരുന്നത് കുറയും. പിന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഡെർമൽ ഫില്ലേഴ്സ് ഉണ്ട്. എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, സീരിയൽ ആക്ട്രസ്. അവർക്ക് മുഖമൊക്കെ നല്ല വൃത്തിയാണ്, പക്ഷേ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ ഈ കൈ കാണുമ്പോൾ ഭയങ്കര വൃത്തിയേട്, കൈക്ക് ഏജ് തോന്നുന്നു പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡെർമൽ ഫില്ലേഴ്സ് ചെയ്യുമ്പോൾ ആ കുഴിയൊക്കെ നികന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് കൈക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കൊടുക്കാം. ഇനി ഈ ഫില്ലേഴ്സ് വേണ്ട ചെറിയ രീതിയിൽ ഡ്രൈനെസ് ആണ്, നമുക്ക് സ്കിൻ ബൂസ്റ്റേഴ്സ്, ബയോ റീമോഡലേഴ്സ്, കെമിക്കൽ പീൽസ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് കൈയും ഫേസ് പോലെ തന്നെ ചെറുപ്പാക്കി വെക്കാം. ഓക്കെ. യൂഷ്വലി നമ്മൾ ടീനേജിൽ വരുന്ന പിമ്പിൾസ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുക അത് ടീനേജിലുള്ള കുരുവല്ല, അതങ്ങ് മാറിപ്പോക്കോളൂ അല്ലേ എന്നുള്ള സാധനമായിരിക്കും. ഈ ടീനേജിൽ വരുന്ന കുരുക്കളെ നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാതെ അതങ്ങനെ തന്നെ മാറിപ്പോക്കോളൂ എന്ന് കരുതിയാൽ മതിയോ? അത് ശരിക്കും ഒരു മിസ്കൺസെപ്ഷനാണ്. ഒന്ന്, മുഖക്കുരു നമുക്കറിയാം, നമ്മളെ ഫേസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്താണ് ഈ കുരു വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല. ആ 2 കുരു വന്നാൽ അവരെ കോൺഫിഡൻസ് പോകും. പലരും എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്ന ആൾക്കാരുണ്ട് ഈ കുരു. പിന്നെ പണ്ടത്തെ പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കുരു, പണ്ട് നമുക്ക് മുഖക്കുരു വന്നാൽ കുഴി വന്നാൽ അതൊരു പ്രശ്നമല്ലല്ലോ. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ ഈ കുരു വന്നിട്ട് പിന്നെ അതിൻ്റെ സെക്യൂല, അതായത് അത് പാട് വരും, കുഴികളാവും, അത് തന്നെ പോവില്ല, അതവിടെ ഉണ്ടാവും. പിന്നെ മുഖക്കുരു ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു ഏജിൽ അങ്ങ് പോകുന്നുമില്ല. ഇപ്പൊ പലരും ഉണ്ട് 40 വയസ്സായാലും കുരു ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും ഹോർമോണൽ ചേഞ്ചൊക്കെ വെച്ചിട്ട് ഈ കുരു പലർക്കും ഇപ്പോൾ കാണുന്ന ട്രെൻഡ് എങ്ങനെയാ വെച്ചാൽ കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങും. 18-20 വയസ്സിൽ അത് കുരു തുടങ്ങേണ്ട പ്രായമല്ല. പിന്നെ അത് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകും. അവർക്ക് വലിയ വലിയ കുരു വരും, നമ്മൾ വിചാരിക്കാത്ത വലിയ കുരുക്കളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ അണ്ടർലൈൻ കോസസ് പലർക്കും പല റീസൺസ് ആയിരിക്കും. അത് ശരിക്കും കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് ഈ കുഴി വരാനുള്ള ടെൻഡൻസിയും പാട് നിൽക്കാനുള്ള ടെൻഡൻസിയും കൂടും. അപ്പോൾ ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ, നമുക്ക് ഈ സ്കാർ എന്ന് പറഞ്ഞ സാധനം വന്നാൽ നമുക്ക് 100% കുഴി മാറ്റാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് ഫുള്ള് ഞാൻ മാറ്റാമെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടും നമുക്കത് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. അതേസമയം കുരു മാത്രമല്ലെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്യാൻ കുഴി വരാണ്ടിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും കുറഞ്ഞു, നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കും. ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ എന്തെങ്കിലും ഒരു ഏവിയേഷൻ ഇതിനൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായിരിക്കും ഇവർക്ക് ഈ കുഴി ഒരു പ്രശ്നമായിരിക്കും. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഫേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്ര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുഴി മാറ്റണമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചോടെ പോകണമെന്നില്ല. എന്തൊക്കെ ചെയ്താലുമേ 100% പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അത് പലരെ നമുക്ക് സ്കിന്ന് കണ്ടാൽ അറിയാം സ്കാറിങ് ടെൻഡൻസി ഉണ്ടോ. ചിലർക്ക് സ്കാറിങ് ടെൻഡൻസി ഭയങ്കര കുറച്ച്, പക്ഷെ ചിലർക്ക് 1-2 കുരു വരുമ്പോഴും അത് സ്കാറാവും, പെട്ടെന്ന് സ്കാറാവും. അങ്ങനത്തെ സ്കാറിങ് ടെൻഡൻസി ഉള്ളവർ നമ്മൾ കുറച്ച് അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്ത് മാക്സിമം അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലോങ് ടേമിലേക്ക് അത് നന്നായിട്ട്